ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ശക്തി എന്തെന്ന് ചോദിച്ചാൽ ജനാധിപത്യ മൂല്യങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം 26 നമുക്കൊരു വീണ്ടും ഒരു വോട്ടിംഗ് ഡേ സംജാതമായിരിക്കുകയാണ്. നാം നമ്മുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിനം. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ സംജാതമായിരിക്കുന്നത് ഇലക്ഷൻ സംവിധാനത്തിലാണ്. ആ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ കുറിച്ചുള്ള പഠനമാണ് സെഫോളജി. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ്. ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനിലെ പറയപ്പെടുന്നത് 18 വയസ്സ് പൂർത്തിയായവരുടെ വോട്ടവകാശത്തെക്കുറിച്ച് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 326. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെനാണ്. ആദ്യ വനിതാ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവിയാണ്. അതുപോലെ തന്നെ മലയാളി ആരെന്ന് ചോദിച്ചാൽ TN ശേഷനാണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് KVK സുന്ദരം. ഏറ്റവും കുറച്ചു കാലം VS രമാദേവി. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ, അശോക് ഭവൻ, ന്യൂഡൽഹി എന്നിവയിൽ അറിയപ്പെടുന്നു. സമ്മതിദായക ദിനം എന്നൊരു ദിനം, ദേശീയ സമ്മതിദായക ദിനം എന്നൊരു ദിനമുണ്ട്. ആ ദിനം ജനുവരി മാസം 25 റൈറ്റ് ടു വോട്ട് ഈസ് എ ലീഗൽ റൈറ്റ്. നമ്മുടെ നിയമാവകാശമാണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നിയമാവകാശം ഈ വരുന്ന ഏപ്രിൽ മാസം 26 രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജനാധിപത്യ ഭാവി സുരക്ഷിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫോക്കസ് അക്കാഡമി.